ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നാടൻ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന പുഡിങ്ങാണിത്. ഇതിൻ്റെ പേര് വറ്റലപ്പം എന്നാണ്. നമ്മുടെ നാട്ടുകാരനല്ലെങ്കിലും നമ്മുടെ നാടൻ രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി, നല്ല എളുപ്പമാണ്. അപ്പം നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5 മീഡിയം സൈസ് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലുള്ള വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഇപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പതപ്പിച്ചെടുക്കാമല്ലോ. ഹാൻഡ് വിസ്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഫോർക്ക് എടുക്കുക, അതിൻ്റെ കൂടെ ഒരു സ്പൂണും എടുക്കുക. രണ്ടും കൂടെ ചേർത്ത് പിടിച്ചതിന് ശേഷം ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനൊരു 10 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ബീറ്റ് ചെയ്തെടുക്കും അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ പുഡിങ്. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്ത് തന്നെ എടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് 240 ml ആണ്. നമ്മൾ സാധാരണ വെള്ളമൊക്കെ കുടിക്കാൻ എടുക്കുന്ന ഒരു മീഡിയം സൈസ് ഗ്ലാസ് ഇല്ലേ, അതിൽ അളന്നെടുത്താൽ മതി. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ട് അതിലോട്ട് ഇളം ചൂടുള്ള 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പം നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ കിട്ടും. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഇതിലോട്ട് 1 കപ്പ് കരിപ്പൊട്ടി ചേർത്ത് കൊടുക്കാം. ഇതൊരു ശ്രീലങ്കൻ ഡിഷാണ്. അവർ കരിപ്പൊട്ടിയാണ് ചേർക്കുന്നത്. ശർക്കരയെക്കാളും ഗുണങ്ങൾ കരിപ്പൊട്ടിക്കാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കരിപ്പൊട്ടി കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ കരിപ്പൊട്ടി ഇല്ലാത്തതുകൊണ്ട് ഈ പുഡിങ് ഉണ്ടാക്കാതിരിക്കേണ്ട. ഇതിലോട്ട് നമ്മൾ ശർക്കര ചേർത്താലും മതി. ഇതേ അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ചിലർക്ക് കരിപ്പൊട്ടിയുടെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലായിരിക്കും, അവരും ശർക്കര ചേർത്താൽ മതി. 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് ശർക്കര അല്ലെങ്കിൽ കരിപ്പൊടി ചേർക്കുമ്പോൾ നല്ല മധുരം കാണും. അത്രയും മധുരം വേണ്ടാന്നുള്ളവർക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുക കേട്ടോ. പിന്നെ പുഡിങ്ങൊക്കെ ആകുമ്പോൾ കുറച്ച് മധുരം ഉള്ളത് തന്നെയാണ് ടേസ്റ്റ്. ശർക്കര ആയാലും കരിപ്പൊട്ടി ആയാലും നല്ല നൈസായിട്ട് ചീകി എടുത്തതിന് ശേഷം ചേർക്കാം കേട്ടോ. എന്നാലേ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കട്ടയായിട്ട് അവിടെ തന്നെ കിടക്കും, അലിഞ്ഞ് കിട്ടില്ല. നമ്മളിത് ചൂടാക്കിയൊന്നും എടുക്കുന്നില്ല, ഡയറക്റ്റ് അതിലോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം നല്ല നൈസായിട്ട് ചീകി എടുത്താൽ മാത്രമേ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്, അതിൻ്റെ കളർ തന്നെ മാറി. നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. വാനില എസൻസ് ചേർത്താൽ മുട്ടയുടെ മണം ഒട്ടും കാണില്ല. ചിലർക്ക് മുട്ടയുടെ സ്മെല്ലൊന്നും വരുന്നത് ഇഷ്ടമില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. വാനില എസൻസും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ആ കരിപ്പൊട്ടിയിലുള്ള കരടൊക്കെ അങ്ങ് മാറിക്കിട്ടും. ശർക്കരയാണ് ചേർക്കുന്നതെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഇപ്പം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റാനുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ചോറ് കൊണ്ടുപോകുന്ന പാത്രമൊക്കെ ഇല്ലേ, അതെടുത്താലും മതി. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൽ നന്നായിട്ടൊന്ന് നെയ്യ് തടവി കൊടുക്കുക. പുഡിങ് പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അകത്തോട്ട് വെള്ളമൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അതിൽ ഹോൾ ഇട്ട് കൊടുക്കാം, ആവി പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം അലുമിനിയം ഫോയിൽ കൊണ്ട് തന്നെ കവർ ചെയ്യണമെന്നൊന്നും ഇല്ല, ഏതെങ്കിലും അടപ്പ് കൊണ്ട് അടച്ചാലും മതി. ഇപ്പം അടയ്ക്കുന്ന അടപ്പിൽ ഒരു ഹോളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. അകത്തേക്കുന്ന ആവി പുറത്തോട്ട് പോയിക്കോളും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 30 മുതൽ 35 മിനിറ്റ് വരെ നമുക്ക് ആവി കയറ്റിയെടുക്കാം. 30 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുക. ഒന്നും പിടിച്ചു വരുന്നില്ലെങ്കിൽ വെന്തിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. മുകളിൽ ഇങ്ങനെ വെള്ളം പോലെ കാണുന്നത് പുഡിങ് വേവാത്തോണ്ടല്ല, അത് നമ്മൾ കരിപ്പൊട്ടിയും തേങ്ങാപ്പാലൊക്കെ ചേർത്തതിൻ്റെ ചെറിയ വെള്ളമാണ്, അത് കുഴപ്പമില്ല. അപ്പോൾ അതാ ഞാൻ പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറുന്ന വരെ ഈ പാത്രത്തിൽ തന്നെ ഇരുന്നാൽ മതി. 2-3 മണിക്കൂറൊക്കെ എടുക്കും ഒന്ന് ചൂടാറി വരാൻ വേണ്ടിയിട്ട്. ചൂടാറി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. സൈഡ് വേണമെങ്കിൽ ഒരു കത്തി കൊണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. പുഡിങ് എപ്പോഴും തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് 2-3 മണിക്കൂർ എടുത്ത് വയ്ക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വേഗത്തിൽ തന്നെ തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യാം. നല്ല ഹെൽത്തിയും ആണ്. അപ്പോൾ ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.